കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏത് സർവകലാശാല എടുത്തു പരിശോധിച്ചാലും മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കരസ്പർശമില്ലാതെ ഒരു സർവകലാശാല പോലും ഈ നാട്ടിൽ യാഥാർത്ഥ്യമായിട്ടില്ല. ആരുടെ രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്? എന്നാൽ നമ്മൾ തുടങ്ങിയ സർവകലാശാലയുടെ പേരിൽ അഴിമതി നടത്തുന്ന ഒരു രാഷ്ട്രീയം ഈ നാട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളം സർവകലാശാല തിരൂരിലാണ്. ആ മലയാള സർവകലാശാല കൊണ്ടുവന്ന ആരാ? മുസ്ലിം ലീഗ്. ആരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി? അബ്ദുറബ്ബ്. എപ്പോഴാ കൊണ്ടുവന്നത്? 2012. അതിന്റെ പേരിൽ സ്ഥലം ഏറ്റെടുത്തത് ആരാ? 2019 ഇടതുപക്ഷ സർക്കാർ. ആരായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി? കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ, അൽപ്പൻ എന്ന് വിശേഷിപ്പിച്ച ഒരു മാന്യദേഹം. പേരൊന്നും ഞാൻ പറയുന്നില്ല, അൽപ്പൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. 11 ഏക്കർ ചതുപ്പ് ഭൂമി, കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഭൂമി, CRZ3 നോൺ ഡെവലപ്മെന്റ് സോൺ, ആ സോണിൽ ഉൾപ്പെട്ട ഭൂമി. ഒരു നിർമ്മാണവും നടക്കില്ല എന്ന് ഏത് മനുഷ്യനും നോക്കിയാൽ മനസ്സിലാകുന്ന ആ ഭൂമിക്ക് എത്രയാ വില? ഒരു സെന്റിന് 1,60,000. ആരൊക്കെയാ ഈ ഭൂമി വിറ്റത്? തിരൂരിൽ കഴിഞ്ഞ 2 തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂർ, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ, ഇന്ന് കേരളത്തിലെ മന്ത്രിയായിരിക്കുന്ന വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കള്. ഇവരെപ്പോഴും ഈ ഭൂമി വാങ്ങിയത്? സർക്കാരിന് ഈ ഭൂമി വിൽക്കുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാധുക്കളോട് എത്രക്കാ വാങ്ങിയത്? 2,000 രൂപക്ക്, 10,000 രൂപക്ക്, 20,000 രൂപക്ക്, പരമാവധി വില 40,000. എത്രക്ക്? ഒരു സെന്റിന്. ആകെ അവർക്ക് ചെലവ് വന്ന എത്രയാ? 2.5 കോടി. സർക്കാരിന് എത്രയാ അവർ വാങ്ങിയെടുത്തത്? 17,65,00,000 രൂപ. ഇന്നലെ വരെ പറഞ്ഞു യു ഡി എഫിന്റെ കാലത്താണ്. ഈ അൽപ്പന്റെ കൈപ്പടയിൽ എഴുതി ഒപ്പ് കാണിച്ചുകൊണ്ടുള്ള രേഖ പുറത്തു വന്നപ്പോ പിന്നെ മറുപടിയില്ല. ഞാനൊരു പത്രസമ്മേളനം നടത്തിയാൽ 1 മണിക്കൂറിനുള്ളിൽ പത്രസമ്മേളനം നടത്തിയിരുന്ന, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മണിക്കൂറിനുള്ളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആള് പിന്നെ മറുപടിയേ ഇല്ല. ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പിച്ചു പറയാം, യൂത്ത് ലീഗ് ഒരു സമരം നേരത്തെ നടത്തിയിരുന്നു. അന്ന് എന്തായിരുന്നു പറഞ്ഞത്? ഉണ്ടയില്ല വടി. എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് നല്ലടോ എന്ന് വീമ്പ് പറഞ്ഞ, എന്നെ മന്ത്രിയാക്കിയത് AKG സെന്റർ എന്നാണെന്ന് വീമ്പ് പറഞ്ഞ ആ അൽപ്പനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പരമാവധി പോയാൽ ഒരു 6 മാസം. 6 മാസം കഴിഞ്ഞാൽ ഈ നാട്ടിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ താഴെയിറക്കി ഐക്യജനാധിപത്യ മുന്നണിയായിരിക്കും. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ കട്ടവര മുഴുവൻ അവർ വാങ്ങിയ 17,65,00,000 മാത്രമല്ല, ആ കളവ് നടത്തിയതിന്